നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. സോ പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ, സീരീസ്, ഷണ്ട് ക്ലിപ്പേഴ്സ് എന്താണെന്ന് കഴിഞ്ഞ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയാസ്ഡ് ക്ലിപ്പേഴ്സിനെ പറ്റിയാണ്. സോ വാട്ട് ആർ ബയാസ്ഡ് ക്ലിപ്പേഴ്സ്? So biased clippers means if it is decided to remove a small portion of positive or negative half cycle, biased clippers are used. So ഇതൊരു ഇൻപുട്ട് വേവ് ഫോം ആണ്. ഈ ഒരു ഇൻപുട്ട് വേവ് ഫോമിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കുറച്ച് പോർഷൻസ് എനിക്ക് റിമൂവ് ചെയ്യണം, കുറച്ച് പോർഷൻസ് മാത്രം എനിക്ക് റിമൂവ് ചെയ്യണം. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് നമുക്ക് ബയാസ്ഡ് ക്ലിപ്പേഴ്സ് യൂസ് ചെയ്യാം. ദെൻ ഇതേപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കുറച്ച് പോർഷൻസ് എനിക്ക് ക്ലിപ്പ് ചെയ്ത് കളയണം. സോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് നമുക്ക് ഈ ഒരു ബയാസിങ് കണ്ടീഷൻസ് യൂസ് ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസ്. എന്താണ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ, അല്ലെങ്കിൽ ഒരു ഷണ്ട് കണക്ഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ പോസിറ്റീവ് ക്ലിപ്പർ എന്താണെന്ന് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഒരു ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ തന്നെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസ് കണ്ടീഷനാണ്. സോ ഷണ്ട് കണക്ഷൻ മീൻസ് ദ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ഓർ ഷണ്ട് വിത്ത് ലോഡ് റെസിസ്റ്റൻസ്. ഇതിനെ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ട്രിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ഡയോഡിൻ്റെ കണക്ഷൻ നമ്മളിങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡയോഡിൻ്റെ ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ് ടെർമിനലാണ്, അല്ലെങ്കിൽ പി സൈഡാണ്. ഇത് എൻ സൈഡ്, പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് സൈഡ്. സോ ഈ ഒരു പോസിറ്റീവ് ടെർമിനലാണ് ഈ ഒരു നോഡിൽ വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ പോസിറ്റീവ് ക്ലിപ്പർ. ഇതൊരു പോസിറ്റീവ് ക്ലിപ്പർ ആയിരിക്കും. സോ നമുക്ക് ഈസിലി ആയിട്ട് അതിൻ്റെ വേവ് ഫോം വരയ്ക്കാനും എളുപ്പമായിരിക്കും. സോ ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ വോൾട്ടേജിൻ്റെ ഫസ്റ്റ് ടെർമിനൽ പ്ലസ് ആണ് വരുന്നത്. സോ നമ്മളൊരു പ്ലസ് വി വോൾട്ടേജാണ് ഇവിടെ ബയാസിങ് കൊടുത്തേക്കുന്നത്. സോ അങ്ങനെ രണ്ട് പോയിൻറ്റുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവും. ഒന്ന് പോസിറ്റീവ് ക്ലിപ്പറാണ്, അടുത്ത ഒരു പ്ലസ് വി വോൾട്ടേജ് ആണ് നമ്മളിവിടുത്തെ ബയാസിങ് കണ്ടീഷനായിട്ട് കൊടുത്തേക്കുന്നത്. ദെൻ നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. ദെൻ വർക്കിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ദെൻ നമുക്ക് ഓരോ ക്ലിപ്പേഴ്സിൻ്റെയും പ്രോബ്ലംസും അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയസ്. സോ നമുക്ക് ഓരോ ഹാഫ് സൈക്കിളായിട്ട് ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ദിസ് സൈഡ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് സൈഡ് ഈസ് നെഗറ്റീവ്. സോ നമ്മുടെ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് വേവ് ഫോം അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് നമ്മളിവിടെ നോക്കുക, ഈ ഡയോഡിന് കൊടുത്തേക്കുന്ന ബയാസിങ്, ഈ ഡയോഡിൻ്റെ നെഗറ്റീവിലേക്കാണ് ആ ബയാസിങ്ങിൻ്റെ പോസിറ്റീവ് പോകുന്നത്. സോ ഈ ഒരു വി വോൾട്ടേജ് ഈ ഡയോഡിനൊരു റിവേഴ്സ് ബയാസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റിവേഴ്സ് ബയാസിങ് നമ്മൾ ഓവർകം ചെയ്താൽ മാത്രമേ ഈ ഒരു വിഇൻ വോൾട്ടേജ്, ഈ ഒരു റിവേഴ്സ് ബയാസിങ് ഓവർകം ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡിന് കണ്ടക്ട് ചെയ്യാൻ പറ്റൂ. സോ നോക്കി, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ദിസ് സൈഡ് ഈസ് പ്ലസ് ആൻഡ് ദിസ് സൈഡ് ഈസ് മൈനസ്. പ്ലസ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ഡയോഡ്. സോ നമുക്കിതൊരു ഫോർവേഡ് ബയാസിങ് ആണെന്ന് പറയണമെങ്കിൽ ഈ വി വോൾട്ടേജിനെ ഓവർകം ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് പറയാം, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ ഡയോഡ് വിൽ കണ്ടക്ട്, ഡയോഡ് ഗെറ്റ്സ് turned on when, അതിനൊരു കണ്ടീഷനുണ്ട്, when Vin is greater than VE. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വിഇന്നിൻ്റെ വാല്യൂ വിയെ കാട്ടിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. കാരണം ഈ വി വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആണ്. ആ ഒരു വിയെ കാട്ടിൽ ഓവർകം ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ when Vin is greater than V, the diode gets turned on. ഡയോഡ് ടേൺഡ് ഓൺ മീൻസ് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇത് കണ്ടക്ട് ഹെവിലി, ദിസ് ഡയോഡ് വിൽ കണ്ടക്ട് ഹെവിലി when Vin is greater than V വോൾട്ടേജ്. സോ അന്നേരം നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിട്ട് നമുക്ക് കിട്ടും. ഇതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് മീൻസ് നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ദെൻ when Vin less than V, വിഇന്നിൻ്റെ വാല്യൂ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ, നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഫസ്റ്റ് കേസാണ് എടുക്കുന്നത്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ വിഇന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ വി ആണെങ്കിൽ, വി റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ വിഇൻ ലെസ് ദാൻ വി ആണെങ്കിൽ ഈ ഡയോഡ് റിവേഴ്സ് ബയാസിൽ തന്നെ നിൽക്കും. ഈ ഡയോഡ് റിവേഴ്സ് ബയാസിൽ തന്നെ നിൽക്കും.
So D is reverse biased, or it will act as open circuit. It will act as open circuit. അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്, ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇൻ ലെസ് ദാൻ വി, ആ സമയത്തുള്ള ആ ഒരു വാല്യൂ ഔട്ട്പുട്ടിൽ അപ്പിയർ ചെയ്യും. സോ ദ ഔട്ട്പുട്ട് വിൽ ഫോളോസ് ദ ഇൻപുട്ട്. ഔട്ട്പുട്ട് വിൽ ഫോളോ ദ ഇൻപുട്ട്. കാരണം അത് ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമുള്ള വി ഇൻ വാല്യൂ ഔട്ട്പുട്ടിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. സോ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള കേസ്. സോ നമുക്ക് ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള വാല്യൂ ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വി വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. ക്ലോക്ക് വൈസിൽ എടുത്ത് നോക്കുമ്പോൾ പ്ലസ് മുകളിലും മൈനസ് വി ആണ്. സോ ഫസ്റ്റ് വരുന്നത് പ്ലസ് ആണ്. സോ നമ്മുടെ ബയാസിങ് ഒരു പ്ലസ് വി ബയാസിങ് ആണ്. സോ അത് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ആ പ്ലസ് വി ബയാസിങ് നമ്മുടെ ഇൻപുട്ടിനകത്ത് തന്നെ മാർക്ക് ചെയ്യുവാണ്. ദിസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് വി വോൾട്ടേജ്. ദെൻ നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ട് ഔട്ട്പുട്ടും കൂടെ മാർക്ക് ചെയ്യാൻ ഒരു ഡോട്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. ദിസ് ഈസ് ഫോർ ഔട്ട്പുട്ട്. ഇവിടെ ഒരു പോയിൻ്റ് വരും, ദെൻ ഇവിടെ ഒരു പോയിൻ്റ് വരും. സിമിലർലി ഹിയർ ഓൾസോ. സോ നമ്മൾ ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. So this is our output. Axis ആണ്. സോ ദിസ് ഇസ് ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാൻ നമ്മുടെ കണ്ടീഷൻസ് നോക്കുക. വി ഇൻ ലെസ് ദാൻ വിയിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ നോക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വെൻ വി ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ വി. വി ഇൻ ഗ്രേറ്റർ ദാൻ വി എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷനാണ്, ഇത് വി ഇൻ, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ വി. ഈ ഒരു കണ്ടീഷനിൽ ദെൻ ഔട്ട്പുട്ട് ഈസ് 0. സോ നമുക്ക് പറയാം ഔട്ട്പുട്ട് വിൽ ബി 0. ഈ പോയിൻ്റ് തൊട്ട് ഔട്ട്പുട്ട് 0 ആണ്. ദെൻ വി ഇൻ ലെസ് ദാൻ വി കണ്ടീഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ആണ്. വി ഇൻ ലെസ് ദാൻ വി മീൻസ് ദിസ് കണ്ടീഷൻ, ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ ആ വാല്യൂ നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാം. ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. സോ ആ ഔട്ട്പുട്ടിൽ ആ വാല്യൂ നമുക്ക് ദ ഔട്ട്പുട്ട് വിൽ ഫോളോ ദ ഇൻപുട്ട് ഫോർ വി ഇൻ ലെസ് ദാൻ വി. സോ ഈ വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. വെൻ വി ഇൻ ഗ്രേറ്റർ ദാൻ വി ദ ഔട്ട്പുട്ട് ഈസ് 0. കാരണം ഡയോഡ് കംപ്ലീറ്റ്ലി ഓൺ ആണ്. സോ ഔട്ട്പുട്ട് അതുകൊണ്ട് ഈ പോയിൻ്റ്, ഈ വാല്യൂവിൽ നമ്മുടെ ഔട്ട്പുട്ട് 0 ആണ്. സോ ഔട്ട്പുട്ട് വിൽ ബി ക്ലിപ്ഡ് ഓഫ്. സോ ഇത്രയും പോർഷൻ നമുക്ക് കിട്ടില്ല. ദെൻ വീണ്ടും ഇവിടെ വരുമ്പോൾ വി ഇൻ ഈസ് ലെസ് ദാൻ വി. സോ ഔട്ട്പുട്ട് വിൽ ഫോളോസ് ദ ഇൻപുട്ട്. ഔട്ട്പുട്ട് വിൽ ഫോളോസ് ദ, അന്നേരമുള്ള ഇൻപുട്ട് ഇതാണ്. ആ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ആവും. സോ ഇതാണ് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന റെസ്പോൺസ്. ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് നോക്കാം. ദെൻ സെക്കൻഡ് കേസാണ് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ്. നെഗറ്റീവ് ഹാഫിൽ, സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ദിസ് സൈഡ് വിൽ ബി, this side will be negative and this side will be positive. സോ ഈ ഡയോഡ് ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു റിവേഴ്സ് ബയാസ് കണ്ടീഷനാണ്. നമ്മളൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് റിവേഴ്സ് ബയാസിൽ തന്നെ നിൽക്കും. സോ ഇത് ഈ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടീഷനിൽ ഈ ഡയോഡ് എപ്പോഴും അത് റിവേഴ്സ് ബയാസിലായിരിക്കും. സോ നമുക്ക് പറയാം ഡി ഈസ് റിവേഴ്സ് ബയാസ്ഡ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ പോസിറ്റീവിൽ പറഞ്ഞ പോലെ രണ്ട് കണ്ടീഷൻസ് ഒന്നും വരില്ല. ഡി ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്. ഡി ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ വരുന്ന ആ വാല്യൂ, ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെയാണ് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ദാറ്റ് വിൽ അപ്പിയർ അറ്റ് ദ ഔട്ട്പുട്ട്. സോ ആ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരും. സോ ഇതിൻ്റെ വാല്യൂ നോക്കുക. ഇത് വി മാക്സ്, ഇൻപുട്ട് വി മാക്സ് മുതൽ വി മിനിമം വരെയാണ്. സോ ഈ പോയിൻ്റ് മൈനസ് വി മിനിമം ആണ്. സോ വി മാക്സ് മുതൽ മൈനസ് വി മാക്സ്. So this is minus Vmax. So ഈ വാല്യൂ തന്നെ ആയിരിക്കും
So this is minus Vmax. This is also minus Vmax. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന. പിന്നെ ഈ വേവ് ഫോം തന്നെ ആയിരിക്കും വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന. വീണ്ടും അടുത്തൊരു സൈക്കിൾ വരയ്ക്കുവാണെങ്കിൽ then it will go like this. ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ, ഇതിപ്പോൾ ഒരു പോസിറ്റീവ് ക്ലിപ്പറാണ്. നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ക്ലിപ്പ് ചെയ്ത് പോയിരിക്കുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസ് കണ്ടീഷൻ. സോ സിമിലർലി നമുക്ക് വേറൊരു കേസ് നോക്കാം. ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസ്. സോ ഈ കേസ് ഒന്ന് നോക്കാം. ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. വീണ്ടും ഇവിടെ ഈ കേസിൽ നമ്മൾ പോസിറ്റീവ് ഹാഫാണ് ആദ്യം നോക്കുന്നത്. പോസിറ്റീവ് ഹാഫ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് ഓഫ് ദ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫിൽ. ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് എന്ന് മീൻസ് ഇവിടെ നമ്മൾ പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ നോക്കുക, ഈ ഡയോഡ് ഓൾറെഡി ഇപ്പോൾ റിവേഴ്സ് ബയാസിലാണ്. നമ്മൾ കൊടുത്തേക്കുന്നത് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറാണ്. സോ ആദ്യം അത് തന്നെ പറയാം. ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ മീൻസ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുവാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുമ്പം ആ ഡയോഡിൻ്റെ ഫസ്റ്റ് വരുന്ന ടെർമിനൽ ഏതാണെന്ന് നോക്കുക, നെഗറ്റീവാണ്. സോ ഈ പോയിൻറ്റ് നെഗറ്റീവാണ്. സോ ദിസ് ഈസ് നെഗറ്റീവ് ക്ലിപ്പിംഗ് ആണ്. ഷണ്ട് അറിയാം, ഷണ്ട് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിന് പാരലായിട്ടാണ് ഡയോഡ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഷണ്ട് കണക്ഷൻ ആണ്. ദെൻ ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജ് സോഴ്സ് നോക്കുക, ഇതൊരു -V വോൾട്ടേജ് സോഴ്സാണ്. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പം ആ ഒരു ബയാസിങ്ങിൻ്റെ ഫസ്റ്റ് പൊളാരിറ്റിയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ബയാസിങ് -V ആണ്. സോ ഞാൻ ആ ബയാസിങ് ഇവിടെ മാർക്ക് ചെയ്യുവാണ്. -V ആണ് അപ്ലൈ ചെയ്തേക്കുന്ന ബയാസിങ്. സോ ദിസ് ഇസ് 0 ആൻഡ് ദിസ് ഇസ് -V. സോ ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് പോവാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദിസ് സൈഡ് വിൽ ബി പ്ലസ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി നെഗറ്റീവ്. സോ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ്. പോസിറ്റീവ് ഹാഫിൽ ഈ ഡയോഡ് ഓൾറെഡി ഇപ്പോൾ റിവേഴ്സ് ബയാസിൽ നിൽക്കുവാണ്. ഈ V വോൾട്ടേജ് ഈ ഡയോഡിനെ റിവേഴ്സ് ബയാസ് ചെയ്തേക്കുവാണ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പ്ലസ് ആണ്, ഡയോഡിൻ്റെ നെഗറ്റീവിലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് ഓൾറെഡി റിവേഴ്സ് ബയാസിൽ തന്നെ നിൽക്കത്തുള്ളൂ. ഇത് ഒരിക്കലും അത് ഫോർവേഡ് ബയാസിലേക്ക് പോവില്ല. സോ ദ ഡയോഡ് വിൽ ഓൾവേസ് ബി, നമുക്ക് പറയാം ഡയോഡ് ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഡയോഡ് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. സോ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തേക്കുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ വി വിൽ റൈറ്റ് ഔട്ട്പുട്ട് ഫോളോസ് ദ ഇൻപുട്ട്. ഔട്ട്പുട്ട് വിൽ ഫോളോസ് ദ ഇൻപുട്ട്. ഔട്ട്പുട്ടിൽ നമ്മുടെ ഇൻപുട്ടിലുള്ള വാല്യൂ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എൻറ്റയർ പോസിറ്റീവ് ഹാഫ് അങ്ങനെ നമുക്ക് പറയാം. ഇത് എൻറ്റയർ പോസിറ്റീവ് ഹാഫ് അപ്പിയേഴ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഇതാണ് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമുക്കതൊന്ന് വരച്ച് നോക്കാം. വേവ് ഫോം ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് വേവ് ഫോം. സോ ദിസ് ഈസ് -V വോൾട്ടേജ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബയാസിങ്. സോ 0 -V. സോ ദിസ് ഈസ് 1 പോയിൻറ്റ്. This is another point, this is another point, and this is another point. So നമുക്ക് റെസ്പോൺസ് നോക്കാം. ഔട്ട്പുട്ട് റെസ്പോൺസ് Vout. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ പറഞ്ഞു ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ് ഇൻറ്റു ഇറ്റ് വിൽ ആക്ട് ആസ് an open circuit. So the entire positive half cycle of the input voltage will appear at the output. So ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ദിസ് വാല്യൂ വിൽ ബി റിഫ്ലക്റ്റഡ് അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ടിൽ ഇത് Vmax ആണെങ്കിൽ ആ Vmax വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ദെൻ നമുക്ക് അടുത്ത
നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വരാം. സോ നെഗറ്റീവ് ഹാഫ്. സോ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് എന്തായിരിക്കും സംഭവിക്കുന്നത്? സോ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് മീൻസ് this side will be negative and this side will be positive. So ഈ ഡയോഡ് ഇപ്പം ഇവിടെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും. പക്ഷേ ഇവിടെ ഒരു വി വോൾട്ടേജ് കാരണം ഇതൊരു റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ നിൽക്കുവാണ്. സോ നമുക്ക് പറയാം വെൻ the input signal is negative but does not exceed battery voltage, the diode remains reverse biased. So ഈ കൊടുക്കുന്ന വിൻ വോൾട്ടേജ് ഈ ഒരു വി വോൾട്ടേജിനെ എക്സീഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവത്തുള്ളൂ. സോ വെൻ വി ഇൻ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ്, വെൻ വി ഇൻ എക്സീഡ്സ് വി വോൾട്ടേജ്, ആ കൊടുത്തേക്കുന്ന നെഗറ്റീവ് വാല്യൂ ഈ ഒരു നെഗറ്റീവ് വി വാല്യൂവിനെ കാട്ടി എക്സീഡ് ചെയ്യുമ്പോൾ ദ ഡയോഡ് വിൽ ബിക്കം ഫോർവേഡ് ബയസ്ഡ്. നെഗറ്റീവ് ഹാഫിലാണ് നമ്മളിത് പറയുന്നത്. വി ഇൻ ഗ്രേറ്റർ ദാൻ വി എന്ന് പറയുന്നത് മൈനസ് വി ഇൻ ഗ്രേറ്റർ ദാൻ മൈനസ് വി, അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്. കാരണം രണ്ട് നെഗറ്റീവ് വാല്യൂസ് ആണ്. വി ഇൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫിലെ വാല്യൂ ആണ്, വി എന്ന് പറയുന്നത് മൈനസ് വി ആണ് നമ്മൾ ശരിക്കും ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജ്. നമുക്ക് പൊളാരിറ്റി നോക്കുമ്പോൾ അറിയാം. സോ വെൻ വി ഇൻ എക്സീഡ്സ് ദാറ്റ് വി വാല്യൂ ദ ഡയോഡ് ബിക്കംസ് ഫോർവേഡ് ബയസ്ഡ്. ആ ഒരു സമയത്ത് മാത്രമേ ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷനിലോട്ട് എത്തത്തോളൂ. സോ നമുക്ക് പറയാം ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമ്മുടെ വാല്യൂ ഇത് 0 ആണ്. 0 മുതൽ മൈനസ് വി വരെ, 0 മുതൽ മൈനസ് വി വരെ ഇൻപുട്ട് വിൽ ഫോളോസ് ദ ഔട്ട്പുട്ട്, ദ ഔട്ട്പുട്ട് വിൽ ഫോളോസ് ദ ഇൻപുട്ട്. ഇവിടം വരെ നമുക്ക് ഔട്ട്പുട്ടിൽ ആ വാല്യൂ കിട്ടും. ബട്ട് വെൻ വി ഇൻ, ഇതാണ് വി ഇൻ വാല്യൂ, വി ഇൻ എക്സീഡ്സ് ദാറ്റ് വി വാല്യൂ. ഇപ്പം നെഗറ്റീവ് സൈഡിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ വി വോൾട്ടേജിനെ ഓവർകം ചെയ്യുമ്പോൾ, ആ വി വോൾട്ടേജിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും. ഡയോഡ് ഫോർവേഡ് ബയസ് മീൻസ് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ദെൻ അവർ ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് 0 ആവും. സോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് മൈനസ് വി ആയിരിക്കും. സോ ആ മൈനസ് വി വരെ അത് കണ്ടക്ട് ചെയ്യും. മൈനസ് വിക്ക് ശേഷം ക്ലിപ്പ് ചെയ്യും. സോ മൈനസ് വിയിലെത്തുമ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുകയാണ്. ഫോർവേഡ് ബയസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. സോ ദ ഡയോഡ് വിൽ ബി ദാറ്റ് പോർഷൻ വിൽ ബി, ദ വോൾട്ടേജ് വിൽ ബി ക്ലിപ്ഡ് ഓഫ്. ദെൻ അതിനുശേഷം വീണ്ടും അത് കണ്ടക്ട് ചെയ്യും. ദെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. ഇങ്ങനൊരു വേവ് ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഫോർ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ബയസ്. സോ ഇതാണ് എൻ്റെ കണ്ടീഷൻ. വെൻ വി ഇൻ ഗ്രേറ്റർ ദാൻ വി ദ ഡയോഡ് ബിക്കംസ് ഫോർവേഡ് ബയസ്. ഈ വി ഇൻ എന്ന് പറയുന്നത് ശരിക്കും മൈനസ് വി ഇൻ ഗ്രേറ്റർ ദാൻ മൈനസ് വി, ആ നെഗറ്റീവ് വോൾട്ടേജ്, ആ നെഗറ്റീവ് ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് വി വോൾട്ടേജിനെ ഓവർകം ചെയ്യുമ്പോഴാണ് ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്. ഈ ഒരു കണ്ടീഷൻ മാത്രമേ നമ്മുടെ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ബയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ് സർക്യൂട്ട് നോക്കാം. സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ് സർക്യൂട്ട്. സോ ഇതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. സീരീസ് ക്ലിപ്പർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സീരീസ് പോസിറ്റീവ് ക്ലിപ്പേഴ്സ് നമ്മൾ കണ്ടതാണ്. സോ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് നോക്കാം. സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയസ്. സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ് റെസിസ്റ്റൻസ്. സോ ഇവിടെ ഒരു ബയാസിങ് കൂടെ വരുന്നു എക്സ്ട്രാ ആയിട്ട്. അതാണ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പറുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് സൈഡ് ആൻഡ് ദിസ് ഈസ് അവർ ഇൻപുട്ട് വോൾട്ടേജ് വി. ഇവിടെ ഞാനൊരു വി വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡയോഡ്, ഇത് ലോഡ് റെസിസ്റ്റൻസ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവും ഇതൊരു പോസിറ്റീവ് ക്ലിപ്പറാണ്. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഒരു നോഡിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നോഡിനടുത്ത് വരുന്ന ആ ഒരു ഡയോഡിൻ്റെ പൊളാരിറ്റി അതാണ് നോക്കേണ്ടത്. നമ്മുടെ ഈ ലോഡ് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു നോഡിൻ്റെ അടുത്ത് വരുന്ന ഡയോഡിൻ്റെ പൊളാരിറ്റി അത് വെച്ചിട്ടാണ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു
ക്ലിപ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്ന്. സോ ഈ സീരീസ് ക്ലിപ്പറിൻ്റെ കേസിൽ ഈ നോട്ട് പോയിൻറ്റിനടുത്ത് വരുന്ന ഡയോഡിൻ്റെ പൊളാരിറ്റി പോസിറ്റീവ് ആണ്. സോ ദിസ് ഈസ് എ പോസിറ്റീവ് ക്ലിപ്പർ. സോ ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു വി ബയാസിങ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. സോ ഇത് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ദ ബയാസിങ്. ഇതൊരു പോസിറ്റീവ് ഈ വോൾട്ടേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്ന ബയാസിങ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ ആദ്യം വരുന്ന പൊളാരിറ്റിയാണ്. സോ ഹിയർ വി ആർ അപ്ലൈയിങ് എ പോസിറ്റീവ് ബയാസിങ്. സോ ദിസ് ഈസ് ദ ബയാസിങ്. ഇതാണ് ആ വി ബയാസിങ്. സോ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫിൽ എന്ത് സംഭവിക്കും? സോ പോസിറ്റീവ് ഹാഫിൽ നമ്മൾ നോക്കുവാണ്, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും. ഈ ഡയോഡ് ഈ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഡയോഡ് ഇപ്പം ഫോർവേഡ് ബയാസിലാണ്. ഈ വി വോൾട്ടേജ് ഫോർവേഡ് ബയാസ് കണക്ഷനാണ് ഈ ഡയോഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസും ആണ്. സോ എനിക്ക് പറയാം, ഫോർ വി ഇൻപുട്ട് ലെസ് ദാൻ വി, നമ്മുടെ വി ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസാണ് പറയുന്നത്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ വി ആണെങ്കിൽ, ലെസ് ദാൻ വി മീൻസ് ഈ വി ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. വി ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. ഡയോഡ് ഈസ് ഫോർ വി ഇൻ ലെസ് ദാൻ വി, ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. സോ നമുക്ക് അന്നേരമുള്ള ആ ഒരു കണ്ടീഷൻ നോക്കാം. വി ഇൻ ഗ്രേറ്റർ ദാൻ വി ആണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു വാല്യൂ പറയാൻ പറ്റില്ല. വി ഇൻ ഗ്രേറ്റർ ദാൻ വി ആണെങ്കിൽ ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് വി ഇൻ ലെസ് ദാൻ വി വെച്ചിട്ട് നമുക്ക് പറയാൻ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ നമുക്ക് അന്നേരമുള്ള ആ ഒരു ലൂപ്പ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. സോ മൈനസ് പ്ലസ് മീൻസ് വി ഇൻ, അഗെയിൻ പ്ലസ് മൈനസ് മീൻസ് മൈനസ് വി. സോ ഈ ഒരു ലൂപ്പ് ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. ദെൻ ഇവിടെ ഔട്ട്പുട്ട് ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആണ്. സോ മൈനസ് വി നോട്ട് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് വി നോട്ടിൻ്റെ ഇക്വേഷൻ കിട്ടും. വി നോട്ട് ഈസ് ഈക്വൽ ടു വി ഇൻ മൈനസ് വി. സോ നമ്മൾ ആ ഒരു ലൂപ്പ് ഇക്വേഷൻ എഴുതിയപ്പോൾ എനിക്ക് വി നോട്ടിൻ്റെ ഇക്വേഷൻ വി ഇൻ മൈനസ് വി എന്ന് കിട്ടി. സോ നമുക്കിനി ആ ഒരു ഗ്രാഫോടൊന്ന് വരച്ച് നോക്കാം. നമ്മളിപ്പം പറഞ്ഞ കണ്ടീഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വി ഇൻ ലെസ് ദാൻ വിയിലാണ് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുന്നത്. വി ഇൻ ഗ്രേറ്റർ ദാൻ വിയിൽ ഔട്ട്പുട്ട് വിൽ ബി 0. സോ ഫോർ വി ഇൻ ഗ്രേറ്റർ ദാൻ വി, ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് വി ഔട്ട് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ ഇതാണ് വി ഇൻ എന്ന് പറയുന്നത്. വി ഇൻ ഗ്രേറ്റർ ദാൻ വി വരുവാണെങ്കിൽ നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയി പോവും. സോ നമുക്ക് ആ സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ ആ സമയത്ത് ഡയോഡ് ഔട്ട്പുട്ട് 0 ആയിരിക്കും തരുന്നത്. പക്ഷേ വി ഇൻ ലെസ് ദാൻ വി, ഈ ഒരു കണ്ടീഷനിൽ, വി ഇൻ ലെസ് ദാൻ വി മീൻസ് ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അന്നേരമുള്ള ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷനാണ് ഞാൻ ഈ എഴുതിയത്, വി ഇൻ മൈനസ് വി. സോ നമുക്ക് ഈ പോയിന്റ് തൊട്ട് ഈ ഇൻപുട്ട് ഇവിടം വരെ വേരി ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യേണ്ടത്. സോ വെൻ വി ഇൻ ഈക്വൽ ടു 0, ഈ പോയിൻ്റാണ്. വെൻ വി ഇൻ ഈക്വൽ ടു 0 ഔട്ട്പുട്ട് എന്തായിരിക്കും? വി ഇൻ 0 ആകുമ്പോൾ
ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് വിന് 0 കൊടുക്കുക. സോ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു -v. ദെൻ ഇത് 0 മുതൽ v വരെയാണ്, അതാണ് നമ്മുടെ കണ്ടീഷൻ. വിൻ ലെസ് ദാൻ v എന്ന് പറഞ്ഞാൽ 0 മുതൽ v വരെയാണ്. സോ വിൻ ഈക്വൽ ടു v പോയിൻ്റ് നോക്കുകയാണ്. വിന്നിൻ്റെ വാല്യൂ v ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, v - v ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമ്മുടെ ഇൻപുട്ട് 0 മുതൽ v വരെ പോകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് -v മുതൽ 0 വരെയാണ് പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കാം. വെൻ ഇൻപുട്ട് ഈസ് 0 നമ്മൾ ഔട്ട്പുട്ട് വരയ്ക്കുവാണ്. ഔട്ട്പുട്ട് 0യിലെ പോയിൻറ്റിൽ -v ആയിരിക്കും. സോ ദിസ് ഈസ് -v. ദെൻ വെൻ ഇൻപുട്ട് ഈസ് v, ഔട്ട്പുട്ട് ഈസ് 0. സോ 0. സോ ഇങ്ങനൊരു ഗ്രാഫായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഫോർ വിൻ ഗ്രേറ്റർ ദാൻ v കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു വിൻ ഗ്രേറ്റർ ദാൻ വിയിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും, ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ ഇവിടം തൊട്ട് ഇവിടം വരെ ഔട്ട്പുട്ട് 0 ആണ്. ദെൻ വീണ്ടും അടുത്ത കണ്ടീഷനാണ് ഈ ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിൻ ലെസ് ദാൻ v കണ്ടീഷനാണ്. വിൻ ലെസ് ദാൻ v കണ്ടീഷനിൽ നമുക്ക് വാല്യൂ അറിയാം, 0യിൽ നിന്ന് -vയിലേക്ക് തന്നെ പോവും. ദെൻ അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു. ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞു. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മുടെ വേവ് ഫോം ഇങ്ങനെ ആയിരിക്കും. സോ സീരീസ് ക്ലിപ്പർ പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ പോലല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദെൻ നമുക്ക് അടുത്ത നെഗറ്റീവ് ഹാഫിലേക്ക് പോവാം. സോ നെഗറ്റീവ് ഹാഫ്. സോ നെഗറ്റീവ് ഹാഫിൽ എന്ത് സംഭവിക്കും നോക്കാം. നെഗറ്റീവ് ഹാഫിൽ ദിസ് സൈഡ് വിൽ ബി മൈനസ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി പ്ലസ്. നെഗറ്റീവ് ഹാഫിൽ ഈ ഇവിടെ മൈനസ് വന്നു, ഇവിടെ പ്ലസ് വന്നു. ഇത് ഓൾറെഡി ഇത് ഫോർവേഡ് ബയസ് ചെയ്തേക്കുവാണ്. ഇവിടെ മൈനസ് കൊടുക്കുമ്പോഴും ഡയോഡ് ഫോർവേഡ് ബയസിലാണ്. സോ ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. ഈ സർക്യൂട്ടിൻ്റെ ലൂപ്പ് ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതാം. സോ പ്ലസ് മൈനസ് ആണ്, പ്ലസ് മൈനസ് വരുമ്പോൾ -vin. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്. സോ നമുക്ക് ലൂപ്പ് ഇക്വേഷൻ എഴുതാം. പ്ലസ് മൈനസ് മീൻസ് -vin. ദെൻ അഗെയിൻ പ്ലസ് മൈനസ് മീൻസ് -v. ദെൻ ഔട്ട്പുട്ട് പ്ലസ് മൈനസ് ആണ്. സോ -v0 ഈസ് ഈക്വൽ ടു 0. ഇതിനകത്തുനിന്ന് v0യുടെ എക്സ്പ്രഷൻ കിട്ടും, -vin -v. സോ ഇതായിരിക്കും നമുക്ക് വി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ കിട്ടുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കംപ്ലീറ്റ്ലി ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഡയോഡ് ഈസ് കംപ്ലീറ്റ്ലി ഫോർവേഡ് ബയാസ്ഡ് ആണ്. ലൂപ്പ് ഇക്വേഷൻ എഴുതിയപ്പോൾ എനിക്ക് വി ഔട്ട് എക്സ്പ്രഷൻ -v2 -v എന്നാണ് കിട്ടിയത്. സോ ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ vin0 നോക്കുക. vin0 കൊടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് -v ആണ് വരുന്നത്. സോ വെൻ vin ഈക്വൽ ടു 0 ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു -v. കറക്റ്റാണ്, നമ്മുടെ ഈ പോയിൻ്റ് തന്നെയാണ്, -v എന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് Vmaxിലേക്ക് പോവാണ്. ശരിക്കും ഇത് -Vmax ആണ്. നമ്മൾ ഓൾറെഡി ലൂപ്പ് ഇക്വേഷനകത്ത് ആ നെഗറ്റീവ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഇൻപുട്ടിന് Vmax എന്ന് തന്നെ കൊടുത്താൽ മതി. സോ വെൻ vin ഈസ് ഈക്വൽ ടു Vmax, ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരിക്കും? സോ ഈ ഇക്വേഷനകത്ത് Vmax എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വി ഔട്ട് വിൽ ബി -Vmax -v. സോ ഈ എക്സ്പ്രഷനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇൻപുട്ട് Vmaxിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പോകുന്നത് -Vmax -vയിലേക്കായിരിക്കും. സോ ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഈ ഒരു പോയിൻ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂ എന്ന് പറയുന്നത് -Vmax -v ആയിരിക്കും. ഈ പോയിൻ്റ് -Vmax ആയിരിക്കത്തില്ല, -Vmax -v ആണ്. അത് ഇവിടുന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റി. സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് അങ്ങോട്ട് പോകുന്നത്. സോ ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് നോക്കുക, പോസിറ്റീവ് ക്ലിപ്പറാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ക്ലിപ്പ് ചെയ്ത് പോയേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സിന് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. -Vmax -v,
ആ ഒരു വാല്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ് കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഒരു സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ്. സോ ഇതിൻ്റെ നമുക്ക് കണ്ടീഷൻസ് നോക്കാം. ഫോർവേഡ് ബയാസിൽ എന്ത് സംഭവിക്കും? സോ ഫസ്റ്റ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ്. സോ ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പൊളാരിറ്റി നോക്കുക. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊളാരിറ്റി +V ആണ്. സോ ഇവിടെയും നമ്മൾ ബയാസിങ് കൊടുത്തേക്കുന്നത് +V ആണ്. സോ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് ഹാഫിൽ ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും. സോ ഇവിടെ ഈ ഒരു ഡയോഡ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഈ V വോൾട്ടേജ് ഈ ഡയോഡിനെ ഒരു റിവേഴ്സ് ബയാസിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി ഇത് ഫോർവേഡ് ബയാസ്ഡ് ആവണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതൊരു കംപ്ലീറ്റ് ഫോർവേഡ് ബയാസ്ഡ് നെറ്റ്വർക്ക് ആവണമെങ്കിൽ the Vin should be greater than V. ഈ Vinൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ V ആയാൽ മാത്രമേ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവത്തുള്ളൂ. സോ വെൻ Vin is greater than V, ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. സോ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവത്തുള്ളൂ. Vin ലെസ് ദാൻ V കണ്ടീഷനിൽ Vin Vയെക്കാട്ടി കുറവാണെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡിലായിരിക്കും. ഡയോഡ് റിവേഴ്സ് ബയാസ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഔട്ട്പുട്ട് വിൽ ബി output will be 0. So when Vin greater than Vയിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. സോ ഈ ഒരു കണ്ടീഷനിൽ when Vin is greater than V, so when Vin greater than Vയിൽ നമ്മൾ പറഞ്ഞു ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പോൾ ഉള്ള ആ ഒരു ലൂപ്പ് ഇക്വേഷൻ എഴുതി നോക്കുക. മൈനസ് പ്ലസ് മീൻസ് പ്ലസ് Vin, ദെൻ പ്ലസ് മൈനസ് മീൻസ് മൈനസ് V, ദെൻ ഇവിടെ ഔട്ട്പുട്ട് പ്ലസ് മൈനസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ മൈനസ് V0 ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് V0യുടെ വാല്യൂ Vin മൈനസ് V. ഈ ഒരു ഇക്വേഷൻ വേണം Vin ഗ്രേറ്റർ ദാൻ Vയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ. സോ Vin ഗ്രേറ്റർ ദാൻ Vയിൽ നമ്മൾ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ Vin മൈനസ് V ആണ്. സോ Vin ഗ്രേറ്റർ ദാൻ V എന്ന് പറഞ്ഞാൽ ഇതാണ്. Vin ലെസ് ദാൻ Vയിൽ ഔട്ട്പുട്ട് 0 ആണ്. സോ Vin ലെസ് ദാൻ V മീൻസ് ഇതാണ്. Vin ലെസ് ദാൻ V എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നമ്മുടെ ഔട്ട്പുട്ട് 0 ആണ്. സോ ഔട്ട്പുട്ട് ഈസ് 0. Then for Vin greater than V, we have to do the equation. We have to apply the equation V0 is equal to Vin minus V. So ഈ പോയിന്റ് നോക്കുക, V മുതൽ V max വരെയാണ് ഈ പോയിന്റ് പോകുന്നത്. So when Vin is equal to ഇവിടെ നമുക്ക് നോക്കാം Vinൻ്റെ വാല്യൂ V ആവുമ്പോൾ what is the value of Vout? Vout 0 തന്നെ ആയിരിക്കും. when Vin is equal to നോക്കുക ഇതിൻ്റെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് V max വരെയാണ് പോകുന്നത്. ഗ്രേറ്റർ ദാൻ V എന്ന് പറഞ്ഞാൽ V max വരെയാണ്. സോ when Vin is equal to V max, Vout is equal to Vinൻ്റെ വാല്യൂ V max ആകുമ്പോൾ Vout എന്താവും? V max മൈനസ് V. സോ നമ്മുടെ ഔട്ട്പുട്ട് പോകുന്നത് നോക്കുക 0 മുതൽ V max മൈനസ് V വരെ ആയിരിക്കും. നമ്മുടെ ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ V കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അവർ ഔട്ട്പുട്ട് വിൽ ഗോ ഫ്രം V max 0 to V max minus V. V max minus V എന്ന് പറഞ്ഞാൽ V maxനെക്കാട്ടി കുറവായിരിക്കും. സോ ദിസ് പോയിന്റ് വിൽ ബി V max മൈനസ് V. സോ ഇവിടെ വരെ ആയിരിക്കും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് പോകുന്നത്. ദെൻ either when V ലെസ് ദാൻ V ഔട്ട്പുട്ട് ഈസ് 0. ഇതായിരിക്കും പോസിറ്റീവ് ഹാഫിൽ നടക്കുന്നത്. ദെൻ നെഗറ്റീവ് ഹാഫിൽ നോക്കുക. നെഗറ്റീവ് ഹാഫ് മീൻസ് സിമ്പിളാണ്. നെഗറ്റീവ് ഹാഫ് മീൻസ് ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. ഇത് ഓൾറെഡി റിവേഴ്സ് ബയാസ്ഡിലാണ്. ഈ മൈനസും പ്ലസും കൊടുത്താലും ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഡയോഡ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 0. ഇവിടെ ഡയോഡ് സീരീസ് ആയിട്ടാണ്. സോ ഔട്ട്പുട്ട് വിൽ ബി 0. റിവേഴ്സ് ബയാസ് മീൻസ് ഇറ്റ് വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഇത് ഈ ഒരു ഏരിയ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഔട്ട്പുട്ട് നമുക്കൊന്നും കിട്ടില്ല. സോ ഔട്ട്പുട്ട് വിൽ ബി
0. സോ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ നെഗറ്റീവ് ഹാഫിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണ്. വീണ്ടും ആ സൈക്കിള് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നത്. ദെൻ നമുക്കിനി നോക്കാനുള്ളത് കോമ്പിനേഷണൽ ക്ലിപ്പേഴ്സാണ്. കോമ്പിനേഷണൽ ക്ലിപ്പർ മീൻസ് നമുക്ക് രണ്ട് ഹാഫ് സൈക്കിളും നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതാണ്. സോ ദിസ് ഇസ് നമ്മളിതാണ് ഇൻപുട്ട് വേവ് ഫോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻപുട്ട് വേവ് ഫോമിൻ്റെ രണ്ട് ഹാഫ് സൈക്കിളിലും ക്ലിപ്പിംഗ് നടക്കും. V0. സോ അതിനെ നമുക്ക് ആ ടൈപ്പ് ക്ലിപ്പേഴ്സാണ്. നമ്മളിതിനെ ഡബിൾ ക്ലിപ്പേഴ്സ് എന്നൊക്കെ പറയും. ഇതേപോലെ തന്നെ സ്ലൈസേഴ്സ് ഉണ്ട്. സ്ലൈസേഴ്സ് മീൻസ് എന്താണ്, രണ്ട് ബയാസിങ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. എയ്തർ പോസിറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ എയ്തർ നെഗറ്റീവ് സൈഡിൽ ക്ലിപ്പ് ചെയ്യുന്നതിനെയാണ് സ്ലൈസേഴ്സ് എന്ന് പറയുന്നത്. പോസിറ്റീവിലും നെഗറ്റീവിലും ക്ലിപ്പ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ ഡബിൾ ക്ലിപ്പേഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാം കോമ്പിനേഷണൽ ക്ലിപ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ്. സോ ഇവിടെ നമ്മൾ രണ്ട് ഡയോഡ്സും രണ്ട് ബയാസിങ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ പറയാം ഫോർ പോസിറ്റീവ് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിച്ചതാണ്. പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ്, നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ് പഠിച്ചതാണ്. സോ നമുക്ക് ഈസി ആയിരിക്കും ഇത്. ഫോർ പോസിറ്റീവ് ഇൻപുട്ട് സിഗ്നൽ നമുക്ക് പറയാം, ഫോർ പോസിറ്റീവ് ഇൻപുട്ട് സിഗ്നൽ വെൻ Vin എക്സീഡ്സ് V1, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് V1നെ എക്സീഡ് ചെയ്യുന്ന സമയത്ത് D1 കണ്ടക്ട് ചെയ്യും. നമ്മൾ ആദ്യത്തെ പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബയാസിങ് പറഞ്ഞതാണ്. സോ D1 വിൽ കണ്ടക്ട്. ആ സമയത്ത് D2 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. സോ ആ സമയത്ത് D1 കണ്ടക്ട് ചെയ്യും, D2 റിവേഴ്സ് ബയാസ് ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, സോ വോൾട്ടേജ് V1 അപ്പിയേഴ്സ് അക്രോസ് ദ ഔട്ട്പുട്ട്. സോ അവിടുത്തെ ക്ലിപ്പിംഗ് പോയിന്റ് നമുക്ക് കിട്ടി V1 ആയിരിക്കും. സോ ഈ ഒരു ഡയോഡ് ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് V1ൽ പോസിറ്റീവ് ക്ലിപ്പിംഗ് നടക്കും. സോ V1 പോയിന്റിൽ ഇതൊരു പോസിറ്റീവ് ക്ലിപ്പറാണ്, ഇവിടെ പോസിറ്റീവാണ്. ഇതൊരു നെഗറ്റീവ് ക്ലിപ്പറാണ്, ഇവിടെ നെഗറ്റീവ് ക്ലിപ്പിംഗ്, ഇവിടെ ഒരു പോസിറ്റീവ് ക്ലിപ്പിംഗ് ആണ് നടക്കുന്നത്. സോ V1 വോൾട്ടേജ് നമുക്ക് ഒരു പോസിറ്റീവ് ക്ലിപ്പിംഗ് നടക്കും V1. ദെൻ അടുത്ത് നോക്കാം. ഇതാണ് പോസിറ്റീവ് ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫിൽ നടക്കുന്നത്. ദെൻ ഫോർ നെഗറ്റീവ് ഇൻപുട്ട് സിഗ്നൽ നമുക്കറിയാം, നെഗറ്റീവ് ഇൻപുട്ട് സിഗ്നൽ മീൻസ് ദിസ് സൈഡ് ഈസ് മൈനസ് ആൻഡ് ദിസ് സൈഡ് ഈസ് പ്ലസ്. സോ D1 എന്തായിരിക്കും? D1 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും ആൻഡ് D2 വിൽ ബി ഓൺ. D2 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. സോ D2 എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? D2 വിൽ ഗെറ്റ് ടേൺസ് ഓൺ വെൻ Vi or Vin exceeds V2. ആ നെഗറ്റീവ് Vin എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് V2നെ എക്സീഡ് ചെയ്യുമ്പോഴാണ് D2 കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം അവിടെയും ആ ഒരു ക്ലിപ്പിംഗ് പോയിന്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. V2 ആയിരിക്കും, V2ലാണ് ക്ലിപ്പിംഗ് നടക്കുന്നത്. സോ ദിസ് പോയിന്റ് വിൽ ബി V2. നെഗറ്റീവ് ഹാഫിൽ ക്ലിപ്പിംഗ് നടക്കുന്നത് V2ലായിരിക്കും. സോ ദിസ് പോയിന്റ് ഈസ് V2. സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ ക്ലിപ്പേഴ്സ്. ഇതൊരു ഡബിൾ ക്ലിപ്പറാണ്, ഇങ്ങനൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ സച്ച് ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് ആർ നോൺ ആസ് കോമ്പിനേഷണൽ ക്ലിപ്പേഴ്സ്. പോസിറ്റീവും നെഗറ്റീവ് ക്ലിപ്പിങ്ങും നടക്കുന്നു. ദെൻ സ്ലൈസേഴ്സ് ഉണ്ട്. സ്ലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബയാസിങ് രണ്ട് സൈഡിലും എയ്തർ പോസിറ്റീവ് അല്ലെങ്കിൽ എയ്തർ നെഗറ്റീവ് ബയാസിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതിനെ സ്ലൈസേഴ്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് നടക്കുന്നത് രണ്ട് ക്ലിപ്പിങ്ങും പോസിറ്റീവ് ഹാഫിലായിരിക്കും, അതല്ലെങ്കിൽ രണ്ട് ക്ലിപ്പിങ്ങും നെഗറ്റീവ് ഹാഫിലായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ സ്ലൈസേഴ്സ് എന്ന് നമ്മൾ പറയും. സോ ഇത്രയാണ് നമ്മൾ ക്ലിപ്പേഴ്സുമായിട്ട് പഠിക്കാനുള്ളത്. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അനാലിസിസ്, ഡിസൈൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് സർക്യൂട്ട് വരയ്ക്കാൻ കുറച്ച് ടെക്നിക്സും പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.